സഹൃദരെ നമസ്കാരം. മാച്ച് 29 പഞ്ചാബ് കിങ്സ് 11 വേഴ്സസ് LSG ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, പഞ്ചാബ് ഫസ്റ്റ് ഇന്നിങ്സ് ശ്രേയസർ പറഞ്ഞ പോലെ എത്ര പോസ്റ്റ് ചെയ്യുന്നുള്ള ആകാംക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. 254-7 എന്ന നിലയിലാണ് സ്കോർ പോസ്റ്റ് ചെയ്യുക കേട്ടോ. അയ്യോ പാവം, ആ അവസ്ഥയാണ്. എന്തായാലും പ്രയാൻഷ് ആര്യ ഒരു 93 റൺസ് 37 ബോളിൽ 4 4ഉം 9 6ഉം. കൊണോളി ഒരു 87 റൺസ് 46 ബോളിൽ 8 4ഉം 7 6ഉം. ശശാങ്ക് ഒരു 17 റൺസ് 6 ബോളിൽ 1 4ഉം 2 6ഉം. സ്റ്റോണിസ് അതുപോലെ 29 റൺസ് 16 ബോളിൽ 2 4ഉം 2 6ഉം. വധേര 13 റൺസ് 7 ബോളിൽ 1 4 1 6. ഇങ്ങനെ ശ്രേയസ് ഇന്ന് അധികം പ്രകടനം ചെയ്യാൻ പറ്റിയില്ല. 5 റൺസേ എടുത്തുള്ളൂ 6 ബോളിലാണ്. എന്നാലും ടീം സ്കോർ 254-7, 255 ജയിക്കാൻ. ഷമി 56 റൺസിന് 1 വിക്കറ്റ് 4 ഓവറിൽ കേട്ടോ. ഷമി ആദ്യത്തെ ബോൾ, കളി തുടങ്ങി ആദ്യത്തെ ബോളിൽ വിക്കറ്റ് എടുത്തതാണ്. ആ ഒരു വിക്കറ്റ് മാത്രമേ ഷമിക്കുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മോസിൻ ഖാൻ 43 റൺസിന് 1 വിക്കറ്റ് എടുത്തായിരുന്നു. പിന്നെ സിദ്ധാർത്ഥ് 35 റൺസിന് 2 വിക്കറ്റ് എടുത്തു. പിന്നെ പ്രിൻസ് 25 റൺസിന് 2 വിക്കറ്റ് 4 ഓവർ തെരഞ്ഞപ്പോഴത്തേക്ക് എടുത്തായിരുന്നു കേട്ടോ. ഇതിൽ ഫസ്റ്റ് ബോൾ വിക്കറ്റ് പോകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ബോൾ ലൈക്ക് 3 റൺസ് എടുത്ത് ഒരു വിക്കറ്റ് പോകുന്ന സമയത്ത് എന്താ പറയുക, തകരുമോ ഇല്ലെന്ന് അറിയാത്തത്. അത് കഴിഞ്ഞ് അടുത്ത 80 ബോൾ 180 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് നമ്മുടെ ആര്യയും കൊണോളിയും ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. മനസ്സിലായി, 185 രണ്ടെന്നാണ് ആവുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് അസ്വാദ്യ ഒരു പാർട്ട്ണർഷിപ്പായിരുന്നു. ഞാനൊരു 270 280 റേഞ്ചാണ് പ്രതീക്ഷിച്ചത്. എന്നാലും ആ റേഞ്ച് ഓക്കെ എത്തിയില്ല. ഇത് മതിയാകുമെന്ന് തോന്നുന്നു. മാർക്കം വന്ന് 13ാമത്തെ ഓവർ എറിഞ്ഞു കേട്ടോ. മാർക്കത്തിന് ആ ഓവർ എടുത്തിന് 32 റൺസ് അടിച്ചു. എന്ത് പറയാനാണ്. എന്തായാലും സൂപ്പർ. ഈ സ്കോർ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഇല്ലേ എന്ന് നോക്കാം നമുക്ക്. ഏതാ VSG അല്ലെങ്കിൽ LSG അടിച്ചെടുക്കും. ഇനി പന്തിൻ്റെ ദിവസം ആയിരിക്കുമോ? പന്ത് ഇന്ന് ഓപ്പണിങ് ഇറങ്ങി സെഞ്ചുറി അടിക്കാന്നൊക്കെ പറഞ്ഞാൽ 30-32 ബോളിലൊക്കെ അടിച്ചു കളയും. അങ്ങനെ അവസ്ഥ വരുമോ ഇല്ലേ നമുക്ക് നോക്കാം. എന്തായാലും സെക്കൻഡ് ഇന്നിംഗ്സ് കഴിഞ്ഞ് കാണാം. ഓക്കെ, ബൈ.